അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറയാൻ പോകുമ്പോൾ ഇടത് ഭാഗത്ത് മുകളിലായിട്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി. എൻ്റെ ഷഫാഅത്ത്, എൻ്റെ റെക്കമെൻഡ് എൻ്റെ ഉമ്മത്തിൽ നിന്ന് വലിയ തെറ്റുകൾ ചെയ്തവർക്കാണ്. അതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു സൂറത്തുൻ നിസാ 48-ാമത്തെ ആയത്തിൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായിട്ടും അള്ളാഹു അവനോട് പങ്കു ചേർക്കപ്പെടലിന് ആർക്കും പുറത്തു കൊടുക്കില്ല. പങ്കു ചേർക്കലല്ലാത്ത മറ്റെല്ലാ തെറ്റുകളും നമ്മുടെ കാഴ്ചയിൽ വലിയ തെറ്റുകളായിട്ട് കാണുന്ന വ്യഭിചാരം, കൊലപാതകം, കളവ് എല്ലാം അവൻ പുറത്തു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. പക്ഷെ ശിർക്ക് പൊറുക്കൂല. അതാണ് അൽ-കഹ്ഫ് സൂറത്തിൽ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നു. അതിൽ പറഞ്ഞ ആളുടെ വാക്ക്, ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ. എങ്കിലും അവൻ അള്ളാഹു എൻ്റെ രക്ഷിതാവാണ്. വലാ ഉശ്രികു ബിറബ്ബി അഹദാ, എൻ്റെ റബ്ബിനോട് ഞാൻ ആരെയും ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. രണ്ടാമത്തെ ഹദീസ്, ഖാലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നൽ ഈമാന ലയർജുൽ മദീനതി കമാ തർജുൽ ഹയ്യതു ഇലാ ജഹരിഹാ. തീർച്ചയായിട്ടും വിശ്വാസം അത് മടങ്ങും, മദീനയിലേക്ക് മടങ്ങും, പാമ്പതിൻ്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ. മാ ബൈന ബൈത്തി വ മിമ്പരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തോപ്പാണ്. അതാണ് ആ ഭാഗമാണ് ഈ കാണുന്നത്. റസൂലുള്ളാഹിൻ്റെ മിമ്പറും റസൂലുള്ളാഹിൻ്റെ വീട്, അതായത് ആയിഷ ബീവിൻ്റെ വീട്, ആ ഭാഗം സ്വർഗ്ഗത്തോപ്പാണ് എന്നുള്ളതാണ് റസൂൽ പറഞ്ഞു. ഇതിൽ നമ്മൾ ആദ്യം കാണുന്ന റൂം ഖാലിയാണ്. ഫസ്റ്റിൽ നമ്മൾ കാണുന്ന റൂം അതിലൊന്നുമില്ല. അതിവിടെ കാണിക്കുന്നുണ്ട്. അതിൻ്റെ മേലെ എഴുതിയിരിക്കുന്നു സൂറത്ത് അൽ ഹുജറാത്തിൽ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നല്ലദീന യഗ്ളുന അസ്വാതഹും മിൻ റസൂലില്ലാഹി ഉലൈക അല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വാ ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ അലീം. തീർച്ചയായിട്ടും അള്ളാഹു റസൂലിൻ്റെ അടുത്ത് ശബ്ദം താഴ്ത്തുന്നവർ, അവരെ അള്ളാഹു പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. അവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുന്നവർക്ക് വലിയ മഹത്തായ പ്രതിഫലമുണ്ട്. പിന്നെ ആയത്ത് എഴുതിച്ച് സൂറത്തുൽ ഹുജറാത്തിൽ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി വലാ തജ്ഹറൂ ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും അൻതും ലാ തശ്ഉറൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങളുടെ ശബ്ദങ്ങളെ നിങ്ങൾ അള്ളാഹു റസൂലിൻ്റെ ശബ്ദത്തേക്കാൾ ഉയർത്തരുത്. നിങ്ങൾ ചിലരോട് സംസാരിക്കുന്നത് പോലെ ശബ്ദത്തിൽ സംസാരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ അമലിൽ പൊളിഞ്ഞു പോകും. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈറ ഖൽഖില്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ മൻ അർസലകല്ലാഹു റഹ്മത്തൻ ലിൽ ആലമീൻ. അസ്സലാമു അലൈക യാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക യാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. يا خير من دفنت في القاع أعظمه وطاب من فيهن القاع والأقم. إن شاء الله. ഇത് മൂന്നാമത്തെ റൂമും കാലിയാണ്, ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആ മധ്യത്തിലുള്ള റൂമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഖത്താബ് മൂന്നാളും മറവ് ചെയ്യപ്പെട്ടത്. അതാണ് ആയിഷ ബീവിൻ്റെ വീട്. السلام عليكم. صباح الله بخير ان شاء الله.